പല തട്ടുകളിലായുള്ള ഭൂമി അതിൻ്റെ ഘടനയെ പ്രയോജനപ്പെടുത്തി പല ലെവലുകളിലായി ചെയ്തിരിക്കുന്നൊരു വീടാണിത്. അതുകൊണ്ട് തന്നെ ലെവൽസ്കേപ്പ് എന്നാണ് ആർക്കിടെക്റ്റ് ഈ വീടിനെ വിശേഷിപ്പിക്കുന്നത്. ഹരിതാഭമായ പാഷോകളാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. സ്പേസ് ഡിസൈനിങ്ങിൻ്റെ മികവ് തെളിയിക്കുന്ന ഈ വീട് കോഴിക്കോട് നെസ്റ്റ് ക്രാഫ്റ്റ് ആർക്കിടെക്ചറിലെ ആർക്കിടെക്ട് രോഹിത് പാലക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പല തട്ടുകളിലായി കിടന്നിരുന്ന ഭൂമിയെ വരുതിയിലാക്കി അതിൻ്റെ ഘടനയ്ക്കനുസരിച്ച് ലെവലിനനുസരിച്ച് വീട് പണിതപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥാനം വീടിനടിയിലാണ്, അഥവാ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ്. ഈ ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ മേൽക്കൂര ഒരു പാഷ്യോയാണ്. ആ പാഷ്യോയ്ക്കുള്ളിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. പുറമേക്ക് ഒറ്റ നോട്ടത്തിൽ ബേസ്മെൻറ്റ് ഫ്ലോർ മനസ്സിലാവുകയേയില്ല. ഭൂമിയുടെ ലെവൽ വ്യതിയാനത്തെ പ്രയോജനപ്പെടുത്തി എന്നാൽ റിട്ടൈനിങ് വാൾ അധികം വരാത്ത രീതിയിൽ ഓരോ ലെവലും രൂപപ്പെടുത്തുകയായിരുന്നു. ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിലുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും തന്നെയാണ് ഈ വീട് ഇത്രയും വിജയകരമായി പൂർത്തിയാക്കുവാൻ സഹായിച്ചത്. വീട്ടുകാർക്ക് ഒരുപാട് നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. കോമൺ ഏരിയകൾക്കായിരിക്കണം പ്രാധാന്യം. കിടപ്പുമുറികൾക്ക് അധികം വലിപ്പം വേണ്ട. കുട്ടികൾക്ക് കളിക്കുവാനും പെരുമാറുവാനുമുള്ള സ്ഥലമുണ്ടാവണം. അതുകൊണ്ട് കോമൺ ഏരിയയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈ വീടിനുള്ളിൽ നൽകിയിരിക്കുന്ന കോർട്ട്യാർഡിന് വലിയ പ്രാധാന്യമുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്നാണ് കോർട്ട്യാർഡിൻ്റെ സ്ഥാനം. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളെ മുഴുവനും വീടിനകത്തേക്ക് ക്ഷണിക്കുന്ന രീതിയിലാണ് ഈ കോർട്ട്യാർഡ് നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ല്, ഓട്, ചെങ്കല്ല്, തദ്ദേശീയമായി ലഭിച്ചിരുന്ന ഇത്തരം മെറ്റീരിയലുകളാണ് കൂടുതലും നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം മെറ്റീരിയലുകൾ കൊണ്ടുള്ള നിർമ്മാണത്തിൽ വിദഗ്ധരായ പ്രാദേശികരായ തൊഴിലാളികളെയും. ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കിടെക്റ്റും ക്ലയൻറ്റും തമ്മിൽ ഉടലെടുക്കുന്ന ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദം നൽകുന്ന സ്വാതന്ത്ര്യവും പരസ്പര വിശ്വാസവുമുണ്ട്. അതാണ് ഈ വീടിൻ്റെ ഡിസൈനിൽ തെളിഞ്ഞു കാണുന്നത്. കോണ്ടൂർ ഡിസൈനിങ് രീതി അനുസരിച്ച് പ്ലോട്ടിൻ്റെ ലെവൽ വ്യതിയാനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് ആർക്കിടെക്റ്റ് തന്നെ പറയും. ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാക്കി കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലിമെൻ്റാണ് ഡിസൈൻ ഫ്രീഡം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പ്രൊജക്റ്റിൽ ദ ലെവൽസ്കേപ്പ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടിയ ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ, അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ വേർ ഐ ആസ് എൻ ആർക്കിടെക്ട് ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ് ആൻഡ് ഈക്വലി ദ ക്ലയൻറ്റ് ഈസ് ഓൾസോ വെരി സാറ്റിസ്ഫൈഡ്. ഈ ഒരു സിറ്റുവേഷനിലോട്ടേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റിൻ്റെ ഒരു റെഡിനെസ് ആണ്. നമ്മുടെ കഴിവുകളെയും അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷനെയും 100% റെസ്പെക്ട് ചെയ്യാനും അതിനെ വാല്യൂ ചെയ്യാനും അതിനുവേണ്ടി നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുക എന്നുള്ള കാര്യത്തിന് അവർ തയ്യാറാവുക എന്നുള്ള ഒരു കാര്യം. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഒരു വളരെ കോണ്ടൂർഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സൈറ്റ് വിസിറ്റിൽ തന്നെ എനിക്ക് തോന്നിയ ഒരു ഡിസൈൻ സ്പാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സിസ്റ്റിംഗ് ടോപ്പോഗ്രഫിയുടെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറവ് മണ്ണ് നീക്കം ചെയ്യുകയും മണ്ണ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ലെസ് സോയിൽ കട്ട് ആൻഡ് ഫിൽ. ആ രീതിയിൽ നമ്മൾ ഈ ഒരു വീടിനെ ഇവരുടെ റിക്വയർമെൻറ്റ്സിനെ അതിലോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു അൺകൺവെൻഷണൽ രീതിയാണ് ആക്ച്വലി. ഒരല്പം പ്ലോട്ട് ഏരിയ കൂടുതലുള്ള ഓണേഴ്സ് ആണെങ്കിൽ ഒരിക്കലും അവർ പോർച്ച് ഡിറ്റാച്ച് ചെയ്യാമെന്ന് വീടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമെങ്കിലും അതിന് വേറൊരു ലെവലിലോട്ടേക്ക് കൊണ്ടുവെക്കാൻ തയ്യാറാവലില്ല. ബട്ട് ദേ വർ റെഡി ടു accept this idea of keeping the porch to the basement സൈഡ് ഓഫ് ദ ഹോം. ഒരു 4 യാർഡ്സ് അല്ലെങ്കിൽ 4 പേഷ്യോസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സ്പ്ലിറ്റ് ലെവലിലായിട്ട്.
മുറ്റം എന്ന് പറയുന്ന ഏറ്റവും മുമ്പിൽ വരുന്ന മുറ്റത്തിൽ നിന്ന് ഒരു 8ഓളം സ്റ്റെപ്സ് കയറി കഴിഞ്ഞാണ് ഒരു സെക്കൻഡ് പേഷ്യോ വരുന്നത്. ആ ലെവലിലാണ് നമ്മുടെ സിറ്റ് ഔട്ടും ലിവിംഗ് റൂമും ഡൈനിങ് റൂം കിച്ചൺ 2 ബെഡ്റൂംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവിങ്ങിൽ നിന്ന് ഒരു പേഷ്യോ എക്സ്ട്രാ ഉണ്ട്. ആ പേഷ്യോയുടെ താഴെയാണ് പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരെ ഡൈനിങ്ങിലോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് വേറെ ഒരു പേഷ്യോ അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡ് ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഫേസിങ് ഈസ്റ്റ്. വീട് പടിഞ്ഞാറ് മുഖമാണ്, അപ്പോൾ ഈസ്റ്റിലോട്ടേക്കാണ് ഈ പറഞ്ഞ ലാസ്റ്റ് പേഷ്യോ വരുന്നത്. അപ്പോൾ ഈ 4 പേഷ്യോസുകളുടെ ഇടയിലായിട്ടാണ് നമ്മുടെ എല്ലാ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂംസും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഒറ്റൊരു റിക്വയർമെൻറ്റ് അവർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്. സോ ദേ നീഡ് പ്രൈവസി ഫോർ ഓൾ ഓഫ് ദ ബെഡ്റൂംസ് ഫ്രം ദ കോമൺ ഏരിയ. ആൻഡ് ഓൾസോ ബെഡ്റൂംസിൻ്റെ സൈസസ് ഒരുപാട് വലുതാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻറ്റ് കോമൺ ഏരിയാസ്, ലിവിങ്, സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഡൈനിങ്, കിച്ചൺ, അപ്പർ ലിവിങ് റൂം, സ്റ്റഡി റൂം, ഇങ്ങനെയുള്ള സ്പേസസ് ഒക്കെ ഒരു പരിധി വരെ ഓപ്പൺ നേച്ചറിൽ ഒരുപാട് ഫാമിലി ബോണ്ടിങ്ങിന് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പൺ സ്പേസസും ഒരുപാട് ഇൻറ്ററാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാന്നുള്ളൊരു ഒരൊറ്റൊരു ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് അവർ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെ സ്പേസ് ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഒരു കമ്പോസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കംപ്ലീറ്റ് ഫ്രീഡം അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബിൽഡിംഗ് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സെലക്ഷൻ ആയാലും അതിൻ്റെ റൂഫിംഗ് സ്ട്രക്ചർ ആയാലും ഒക്കെ ഈ ഒരു ക്ലൈമറ്റിനോട് യോജിച്ച രീതിയിൽ തന്നെ ഒരുപാട് എയർ കയറി ഇറങ്ങുന്ന രീതിയിൽ ഹ്യൂമിഡിറ്റി ലോക്കായി നമ്മുടെ റൂംസിൻ്റെ അകത്ത് ലോക്കായി നിൽക്കാത്ത രീതിയിലുള്ള ഒരു സ്പേഷ്യൽ കമ്പോസിഷൻ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂഫിങ്ങും എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിവിധ ലെവലുകളിലായി 4 പാഷ്യോകളെ കണക്ട് ചെയ്ത് വീട്ടുകാർക്കു സമ്മാനിച്ച ലെവൽസ്കേപ്പ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഈ വീട് സ്പേസ് ഡിസൈനിങ്ങിൻ്റെയും ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൻ്റെയും മികച്ച മാതൃകകളിലൊന്നാകുന്നു.